എന്തുകൊണ്ട് ഈ ജെറി ബാങ്ക് ഫൈനാൻസുകാർ നമ്മൾ പൈസ അവര് മാന്യമായ രീതിയിൽ ഒരു പലിശ കൊടുത്ത് നമ്മുടെ സ്വർണ്ണം എടുക്കാൻ നമ്മൾ തയ്യാറാണ്. എന്തുകൊണ്ട് നമുക്ക് പൈസ അടച്ചാൽ പോലും ഞങ്ങൾക്ക് സ്വർണം തരാത്തത്? സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ 12% പലിശ നിരക്കിൽ കൂടുതൽ വായ്പ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് സ്ത്രീകളിൽ നിന്ന് സ്വർണം വാങ്ങി പണം നൽകിയ ശേഷം കൃത്യമായി മാസങ്ങളോളം ആഴ്ച തവണ അടവ് സ്റ്റാഫിനെ വെച്ച് പിരിവെടുക്കുകയും തുടർന്ന് സ്റ്റാഫ് ആഴ്ചകളോളം പിരിവിന് വരാതിരിക്കുകയും ചെയ്തപ്പോൾ കാരണം അന്വേഷിച്ച് ധനകാര്യ സ്ഥാപനത്തിലെത്തിയ വീട്ടമ്മമാർ കാര്യമന്വേഷിച്ചപ്പോൾ മുടന്തൻ ന്യായം പറയുകയും തുടർന്ന് 30-40% പലിശ ആവശ്യപ്പെടുകയും ചെയ്തതായി വീട്ടമ്മമാർ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. സ്റ്റേഷനിൽ പരാതി കൊടുത്ത് അന്നും അവിടുത്തെ ഇതിൽ നമ്മൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തായിരുന്നു. അപ്പോൾ അവിടെ വിളിച്ച് സംസാരിച്ച് കേസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് സ്വർണത്തിന്മേൽ വാങ്ങിയ വായ്പ തുകയും ഇതുവരെയുള്ള 12% പലിശയും നൽകാമെന്ന് പറഞ്ഞാലും ഈ ധനകാര്യ സ്ഥാപനം സ്വർണം തിരികെ നൽകാൻ തയ്യാറാകാതെ വന്നപ്പോൾ തിരുവനന്തപുരം റൂറൽ പോലീസ് പരിധിയിൽ വരുന്ന വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. എന്നാൽ ധനകാര്യ സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കാതെ വന്നപ്പോൾ വീട്ടമ്മമാർ മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സെല്ലിൽ പരാതി നൽകി. തുടർന്ന് സെല്ലിന്റെ നിർദ്ദേശപ്രകാരം വീട്ടമ്മമാരുടെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് വിശ്വാസ വഞ്ചനയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. തുടരന്വേഷണം നടത്തുകയോ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കുറ്റം ചെയ്ത പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർക്കെതിരെ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപം ഇപ്പോൾ ഉയർന്നു വരികയാണ്. സ്വർണ്ണം പണയം വെച്ചിട്ട് എടുക്കാൻ ചെന്നപ്പോൾ സ്വർണ്ണമില്ല, സ്വർണ്ണം ലേലത്തിൽ പോയി. ഒരു നോട്ടീസ് പോലും നമുക്ക് അയച്ചിട്ടില്ല. ചെന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വർണ്ണമില്ല, പോയി എന്നാണ് പറഞ്ഞത്. ഞാൻ ഒരുപാട് പ്രാവശ്യം കയറി ഇറങ്ങി വന്നു, സ്വർണ്ണമില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ലേലത്തിൽ പോയി എന്നാണ് പറയണത്. ഞാൻ പൈസയുമായിട്ട് അവിടെ പല പ്രാവശ്യവും സ്വർണ്ണം എടുക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആദ്യം ചെന്നപ്പോഴാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പണയം വെച്ച സ്വർണ്ണം ഇന്ന് നമ്മൾ പൈസ തന്നാൽ തിരിച്ചു തരൂല്ല, ഒരാഴ്ചയും തരുള്ളൂ. നമ്മൾ എവിടെ നിന്നെങ്കിലും കടം മേടിച്ചിട്ടൊക്കെയാണ് ഈ സ്വർണ്ണം എടുക്കാൻ വേണ്ടി പോകണം. നാട്ടുകാരുടെ സ്വർണ്ണവും തിരിച്ചു കൊടുക്കണം. ഞാൻ അവരുടെ മുമ്പിൽ കള്ളിയായി നിൽക്കണേ. അവർ പറഞ്ഞത് ഞാൻ എടുത്ത് വിറ്റെന്നാണ് പറഞ്ഞത്. വിറ്റേക്കണത് ബാങ്കാണ്, പക്ഷെ തന്ന ആൾക്കാർ പറഞ്ഞത് ഞാൻ വിറ്റേക്കണമെന്ന്. അങ്ങനെ ആകെ പ്രശ്നമാണ്. എനിക്ക് ഒരാഴ്ചയിലൊന്ന് പിരിവ് 1500 വെച്ച് പിരിവെടുത്തുകൊണ്ടും പോണേ. അതിനുശേഷം ഈ പൈസ പിരിക്കാൻ വന്ന പിള്ളേർ വന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അവിടെ ബാങ്കിൽ ചെന്നിട്ട് പറഞ്ഞ് ഇങ്ങനെ പിള്ളേർ വരുന്നില്ല, എനിക്ക് സ്വർണം വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവരവരുടെ തനി നിറം പുറത്തെടുത്തത്. ഞങ്ങളിലെ സ്വർണ്ണമില്ല, സ്വർണ്ണമൊക്കെ ലേലത്തിൽ പോയി. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ അവിടെ കയറി ഇറങ്ങി. ഒരു നോട്ടീസ് എനിക്ക് വന്നിട്ടില്ല. അതും ഞാൻ അവിടെ പറഞ്ഞു, എനിക്കിന്ന് നോട്ടീസോ കാര്യമോ ഒന്നും വന്നിട്ടില്ല. അത് നോട്ടീസ് നിങ്ങൾക്ക് അയച്ച് നിങ്ങൾ കള്ളത്തരം പറയണം എങ്കിൽ അതിൻ്റെ തെളിവ് കാണിക്കാൻ പറഞ്ഞു. അത് അവരുടെ കയ്യിലുമില്ല. എനിക്ക് നോട്ടീസ് വന്നിട്ടുമില്ല. ഞാൻ ഒരു രേഖയും എനിക്ക് അവർ കൈപ്പറ്റിയിട്ടില്ല. അതിനൊരു ഫോൺ കോൾ ചെയ്തിട്ടില്ല. ഞാനാണ് എപ്പോഴും അങ്ങോട്ട് പോയേക്കുന്നത്. പക്ഷെ എനിക്ക് ആ സ്ഥാപനമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ഗ്രൂപ്പ് ലോൺ എടുത്തിട്ടുണ്ട്, 2 പ്രാവശ്യം ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്. നല്ല ഇടപാടായിരുന്നു, കൃത്യമായിട്ട് അടച്ച് ക്ലോസ് ചെയ്തു. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഈ ഗോൾഡും കൊണ്ട് പണയം വെച്ചത്. അത് എല്ലാ ഫൈനാൻസിനെക്കാട്ടി ഏറ്റവും കൂടുതൽ എമൗണ്ട് അവർ തരാന്ന് പറഞ്ഞതുകൊണ്ടാണ് ഗോൾഡും കൊണ്ട് പോയത്. സംഭവം ചെന്നപ്പോഴേക്കും പൈസയും കാര്യങ്ങളൊക്കെ നമുക്ക് ആ സമയത്ത് തന്ന് മുതൽ എടുക്കാൻ ചെന്നപ്പോഴേക്കും സാധനം അവിടെ ഇല്ല. പലിശ അവിടെ അവർ 40% പലിശയാണ് അവർ പറഞ്ഞത്. ഞാനായിട്ടല്ല മുടക്കം പറിച്ചേക്കുന്നത്. അവിടുന്ന് ആൾക്കാർ വന്നിട്ടില്ല. അവിടുന്ന് പയ്യന്മാർ വരും. ആദ്യം വന്നത് ഒരു നിതിൻ പറഞ്ഞൊരു പയ്യനാണ് വന്നിരുന്നത്. മുടങ്ങാതെ കൃത്യമായിട്ട് വന്ന് വാങ്ങിച്ചുകൊണ്ടും പോയി. ആ ചെറുക്കനാണ് ജോലിയിൽ നിന്ന് മതിയായതിനു ശേഷമാണ് അവിടെ മുടക്കവും കാര്യങ്ങളും വന്നത്. അതിന് ശേഷമാണ് ഞാൻ ഓഫീസിൽ ചെന്ന് കാര്യം പറഞ്ഞത്. കാര്യം പറയാൻ ചെന്നപ്പോഴേക്കാണ് അവർ വന്നത്. ലേലത്തിൽ പോയി 7-8 മാസത്തോളം അവർ വന്നിട്ടില്ലായിരുന്നു. ആദ്യം ഞാൻ പറഞ്ഞ 1 വർഷം 1.5 വർഷത്തോളം കൃത്യമായിട്ട് അവർ വരുന്നു. നല്ല ഇടപാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പയ്യന്മാർ പിരിവിന് വരുന്നില്ല. അങ്ങനെയാണ് ഞാൻ തിരക്കി ചെന്നത്. 2024 തിരക്കി ചെന്നപ്പോഴേക്കും അവിടുത്തെ ഓഫീസിലെ ആൾക്കാർ പിന്നെ ഒരു പരിചയമില്ലാത്ത രീതിയിലാണ് നമ്മളോട് പെരുമാറുന്നത്. സ്വർണം പണയം വെക്കാൻ ചെല്ലുമ്പോൾ വേറെ രീതി, എടുക്കാൻ ചെല്ലുമ്പോൾ വേറൊരു രീതി. ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. വേറെ വഴി കാണുന്നില്ല. പിന്നെ അതിക്ക് മുമ്പ് ഞാൻ പരാതി കൊടുക്കാൻ വേണ്ടി കഴക്കൂട്ടം സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെ കുറെ ആൾക്കാർ ജനങ്ങളെല്ലാവരും കൂടി ഇവിടെ പരാതിയുമായിട്ട് വന്നേക്കണായിരുന്നു. അങ്ങനെ അപ്പൊ ആ പരാതി കൊടുക്കാൻ ആ കൂട്ടത്തിൽ കൂടി ഞാനും ചെന്നപ്പോഴേക്കും അന്നത്തെ ദിവസം എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ തിരിച്ചിങ്ങ് പോന്നു. ചേട്ടനൊക്കെ വയ്യാതെയൊക്കെ ഹോസ്പിറ്റലിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ തിരിച്ചിങ്ങ് പോന്നു. പിന്നെ നിവർത്തിയില്ലാതെ എനിക്ക് സ്വർണം കിട്ടിയേ പറ്റൂ. അങ്ങനെ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തത്. അപ്പൊ അതിന് പരാതി കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുക്കാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പോലീസുകാർ വിളിച്ച് കഴക്കൂട്ടം സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ മൊഴിയും കൊടുത്തു. പിന്നെ ഇതുവരെയൊക്കെ ഒരു കാര്യമൊന്നും നമുക്ക് മറുപടി വന്നിട്ടില്ല. ആറ്റിങ്ങൽ സ്വദേശികളായ സ്ത്രീകളാണ് ഇത്തരത്തിൽ വഞ്ചിതരായിട്ടുള്ളത്. പ്രതികൾക്ക് പോലീസിലും മറ്റുമുള്ള ഉന്നത സ്വാധീനമാണ് ഇതിന് കാരണമെന്നും പരാതിക്കാർ പരാതി പറയുന്നു.
സമാനമായ രീതിയിൽ കഴക്കൂട്ടം പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഈ ധനകാര്യ സ്ഥാപനത്തിനെതിരെ വീട്ടമ്മമാരുടെ പരാതിയെ തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് ആറ്റിങ്ങൽ സ്വദേശിനികളായ വീട്ടമ്മമാർ പറയുന്നു. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് FIR ഇട്ട് കേസ് എടുത്ത് അതാക്കി വെച്ചേക്കുന്നു. പക്ഷേ ഗോൾഡിൻ്റെ കാര്യത്തിൽ ഇത്രയും നാളായിട്ടും ഒരു തീരുമാനമായിട്ടില്ല. നിയമം നടപ്പിലാക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവർക്കെതിരെ അന്വേഷണാത്മകമായി നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാൻ ഇരിക്കുകയാണ് വീട്ടമ്മമാർ. ന്യൂസ് ഡെസ്ക് എക്സ്പ്രസ് ന്യൂസ്.